ഈശോ മിശിഹായ്ക്ക് എപ്പോഴും ഞാനൊരു ദിവസം ചാലക്കുടിയിൽ നിന്ന്, അതായത് കുറച്ച് മുമ്പാണ്, കാരണം ഞാൻ 16 വർഷമായി മെത്രാനായിട്ട്. അപ്പം അതിന് മുമ്പാണ്. അപ്പോൾ ഞാൻ കാക്കനാട് ജോലി ചെയ്യുമ്പോൾ ഞാൻ സാധാരണ ചാലക്കുടിയിൽ നിന്ന് ഏതെങ്കിലും ബസ് എടുത്തിട്ടാണ് മൗണ്ടിലേക്ക് പോവുക, കാക്കനാട്ടേക്ക് പോവുക. അങ്ങനെ ഒരു ദിവസം മൗണ്ടിൽ ഞാൻ പോകുമ്പോൾ സാധാരണ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത്. രാവിലെ ഒന്നു, അല്ലെങ്കിൽ തലേ ദിവസം രാത്രി ഒന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഒരു ഉച്ച കഴിഞ്ഞ് 3 മണി അല്ലെങ്കിൽ 4 മണി നേരത്താണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ബസ്സിൽ നല്ല തിരക്കായിരിക്കും. അങ്ങനെ നല്ല തിരക്കുള്ളൊരു ബസ്സിലാണ് എനിക്ക് കയറാൻ പറ്റിയത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കുറേ പേര് നിൽക്കുന്നു. ഞാനും അവിടെ ശാന്തമായിട്ട് നിന്നു. അപ്പോൾ ചാലക്കുടി വിട്ടു. ഒരു മേലൂരൊക്കെ കഴിഞ്ഞ്, മുരുങ്ങൂര് മേലൂരൊക്കെ കഴിഞ്ഞ് ചിറങ്ങരയൊക്കെ എത്താറായപ്പോൾ ഒരു യുവാവ് എന്നെ എഴുന്നേറ്റ് നിന്ന് വിളിക്കുന്നുണ്ട്, ഇവിടെ സീറ്റുണ്ട് വരാനായിട്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കേ. ഞാൻ അങ്ങനെ കൈകൊണ്ട് കാണിച്ചു, നീ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി വീണ്ടും എഴുന്നേറ്റ് വന്ന് കണ്ടക്ടറോട് പറഞ്ഞപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കും. കണ്ടക്ടറോട് പറഞ്ഞു, അച്ഛനെ അങ്ങോട്ട് വിട്, ഇവിടെ അച്ഛനിവിടെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, നീ അവിടെ ഇരിക്കേ. പിന്നെ അവൻ നിർബന്ധം പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവിടെ ചെന്നു. അവൻ എനിക്ക് വേണ്ടി സീറ്റ് തന്നു. അങ്കമാലി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ എഴുന്നേറ്റ് പോയി. പുള്ളി ഇറങ്ങേണ്ട സമയം. അപ്പം ഞാൻ അവനെ അടുത്തിരുത്തി. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് ഇവിടെ ഇരുത്തി? നീ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നീ എഴുന്നേൽക്കേണ്ടി വന്നു. നീ എത്ര നേരം എഴുന്നേറ്റ് നിൽക്കേണ്ടി വന്നു? നീ തൃശ്ശൂരിന് വന്നതാണ്, ഞാൻ ചാലക്കുടിയിൽ നിന്ന് കയറിയതാണ്. അപ്പം എന്തുകൊണ്ടാണ് നീ എന്നെ ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ ഇവിടെ ഇരുത്താനായിട്ട് എനിക്ക് സീറ്റ് തന്നത്? അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ വാഴക്കാലയുള്ള ഒരു ഫ്രഞ്ച് പ്രൊഫസറുടെ ലാംഗ്വേജ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്ന ഒരു ഫ്രഞ്ച് പ്രൊഫസറുടെ മകനാണ്. അവനെയോ അവൻ്റെ കുടുംബത്തെയോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു. അന്ന് 12ാം ക്ലാസ്സും കഴിഞ്ഞ് അവൻ ഇപ്പോൾ മണ്ണുത്തി വെറ്റിനറി കോളേജിൽ പഠിക്കുകയാണ്. ഞാൻ കാറ്റഗിസം പഠിച്ചു. എൻ്റെ അപ്പനും അമ്മയും എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഒന്നും ഓർക്കുന്നില്ല. എനിക്ക് ഓർക്കാനും സാധിക്കില്ല ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ. പക്ഷേ എന്നെ ബോധ്യപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അവൻ പറഞ്ഞു, അവൻ സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ മണ്ണുത്തി പള്ളിയിൽ പോയി കുർബാന കാണും. രാവിലെ എഴുന്നേറ്റ് മണ്ണുത്തി പള്ളിയിൽ പോയി കുർബാന കാണും. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ അവനെ ചിലപ്പോൾ കളിയാക്കാറുണ്ട്, നീ ഒരു പുണ്യവാളെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും അവന് മൈൻഡ് ചെയ്യാറില്ല. രണ്ടാമത്തെ ഒരു കാര്യം അവൻ പറഞ്ഞത്, അവന് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവൻ പഠിച്ചത്. അന്ന് നീറ്റല്ല, എൻട്രൻസ് എക്സാമായിരുന്നു. എൻട്രൻസ് എക്സാം അവൻ എഴുതി. പക്ഷെ അവന് കിട്ടിയ മാർക്ക്, രണ്ടാമത് സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തി. പക്ഷെ അവന് കിട്ടിയ മാർക്ക് മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആവാനുള്ള ചാൻസ് അവനില്ല. അങ്ങനെയാണ് അവൻ വെറ്റിനറി ഡോക്ടർ ആവാനുള്ള ഓപ്ഷൻ എടുത്തത്. അവൻ പറഞ്ഞു, എനിക്കതിൽ വലിയ ദുഃഖമില്ല. കാരണം തമ്പുരാൻ എനിക്ക് നൽകിയിരിക്കുന്ന അതാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതാണ് എൻ്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ച രണ്ടാമത്തെ ഒരു കാര്യം. എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും തമ്പുരാനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ വിജയിക്കുമെന്നുള്ള വലിയ ബോധ്യം അവനുണ്ട്. അവൻ പറഞ്ഞു, ആ ബോധ്യം എനിക്കുണ്ട്. ഞാൻ അതനുസരിച്ച് വെറ്റിനറി ഡോക്ടർ ആവാനായിട്ട് അല്പം ദുഃഖത്തോടു കൂടിയാണ് അത് എടുത്തത്. പക്ഷേ അവൻ പറഞ്ഞു, അന്ന് ആ ദിവസങ്ങളിൽ അവന് അമേരിക്കയിൽ ഹയർ സ്റ്റഡിക്ക് സെലക്ഷൻ കിട്ടി. അവിടെ അവന് പ്രത്യേകമായിട്ടുള്ള സെലക്ഷൻ കിട്ടി. അവൻ പറഞ്ഞു, ഞാൻ സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ പോയി പഠിക്കുകയായിരുന്നെങ്കിൽ, ഞാനൊരു ഡോക്ടർ ആവാനായിട്ട് പഠിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ആ സെലക്ഷൻ കിട്ടാൻ വഴിയില്ല. തമ്പുരാൻ എന്നെ നയിച്ചതാണ്. ഇതെനിക്ക് അടിയുറച്ച ബോധ്യമുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം അവൻ പറഞ്ഞത് ഇതാണ്, മുതിർന്നവരെ കാണുമ്പോൾ അവരെ റെസ്പെക്റ്റ് ചെയ്യണം. എൻ്റെ പേരൻസിനെ, എൻ്റെ മറ്റു മുതിർന്നവരെ, അവരെ കാണുമ്പോൾ ബഹുമാനിക്കണമെന്നുള്ള പാഠം എൻ്റെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ചില ബോധ്യങ്ങളാണ് എനിക്ക് മതബോധനത്തിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ട് കാര്യം, നിങ്ങൾ മതാധ്യാപകർ
നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ എടുക്കുന്ന ത്യാഗം, നിങ്ങൾ അതിനു വേണ്ടി ചെലവഴിക്കുന്ന സമയം, നിങ്ങളുടെ ആത്മാർത്ഥത അത് വളരെയേറെ പ്രശംസനീയമാണ്. എനിക്കറിയാം ചിലരൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഞായറാഴ്ച കാറ്റഗിസം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് വന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ പള്ളിയിൽ വന്ന് മതബോധനം നടത്തി വൈകിട്ട് തിരിച്ചു പോകുന്നവരടക്കമുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ കുറേയേറെ പ്രാരാബ്ദങ്ങളുണ്ട്, അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വരുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ രൂപതയുടെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ആത്മാർത്ഥമായിട്ടുള്ള സേവനത്തിന് ഹൃദ്യമായിട്ടുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒത്തുകൂടൽ ഇതൊരു അംഗീകാരമാണ്. നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങളെ രൂപത അംഗീകരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒത്തുകൂടൽ. തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾ മുന്നോട്ട് പോകുക. എനിക്ക് നിങ്ങളോട് കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. അഭിമന്യ തട്ടിപ്പിതാവ് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ അധ്യാപകരായിട്ട് വിശ്വാസ പരിശീലകരായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് അവരെ കുറേയേറെ ഐ ഓപ്പനിങ് ആവുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സാക്ഷികളാകുക, ഏറ്റവും പ്രധാനപ്പെട്ടത് സാക്ഷികളാകുക എന്നുള്ളതാണ്. അതിന് നിങ്ങളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്. ഒന്ന്, നിങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഞാനിപ്പോൾ ആരോടും കൈപ്പൊക്കാൻ പറയുന്നില്ല. നിങ്ങൾ വീടുകളിൽ കുടുംബ പ്രാർത്ഥനയുള്ളവരുടെ വീടുകൾ ഒന്ന് കൈപ്പൊക്കാനൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ വീട്ടിലും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് ജീവിക്കുമെന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും കുടുംബ പ്രാർത്ഥനയുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലാനും കുറച്ച് സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഒരു നേരെങ്കിലും ഭക്ഷണം ഒരുമിച്ച് കഴിക്കാനും ശ്രമിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ കുറേയേറെ പേര്, ഞാനൊന്ന് കൈപ്പൊക്കാൻ പറയുന്നുണ്ട്, കുറേയേറെ പേര് ബൈബിള് ഒരു പ്രാവശ്യമെങ്കിലും പൂർണ്ണമായിട്ട് വായിച്ചവരിതിലുണ്ട്. അവരൊന്ന് കൈപ്പൊക്കാവോ? നല്ലൊരു നമ്പർ, നല്ലൊരു കയ്യടി കൊടുത്തേ. വലിയ നമ്പർ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങളുടെ പാഠപുസ്തകം എടുത്ത് നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ, ബൈബിള് ഉദ്ധരിക്കുമ്പോൾ നിങ്ങൾ ബൈബിള് തുറന്ന് പിള്ളേരെ കൊണ്ടൊന്ന് വായിപ്പിക്കണം. കുട്ടികളെയും വചനം വായിക്കാനായിട്ട് പ്രചോദിപ്പിക്കണം. അതുപോലെ തന്നെ കുട്ടികളെ, ഞാൻ ഇന്നലെ ഒരു പള്ളിയിൽ 5ാമത്തെ കുട്ടിയുടെ മാമോദീസ കഴിഞ്ഞ് തിരിച്ച് സങ്കീർത്തി വന്നു കഴിഞ്ഞപ്പോൾ ഒരമ്മയും ഒരു കൊച്ചും കൂടെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ആ കൊച്ചിനെയും കൊണ്ട് അമ്മച്ചി വന്നിരിക്കുക. അപ്പം ഞാൻ വിചാരിച്ചൊരു ബ്ലെസ്സിങ് കൊടുക്കാനാന്ന്. ബ്ലെസ്സിങ് മാത്രമല്ല, ആ അമ്മച്ചി പറഞ്ഞു, ഞാൻ മോളെ കൊണ്ട് ഒരു വചനം പറയിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു 1-2 ഉദ്ധരണികൾ പറയാനായിരിക്കുമെന്ന്. ആ കൊച്ച് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിന് 9ാം അധ്യായം മുഴുവനും അവിടെ ഇരുന്ന് കാണാപ്പാഠം പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതമായി. കൊച്ച് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. നമ്മുടെ കുഞ്ഞുമക്കളെ വചനം വായിക്കാനും സാധിക്കുവാണെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വചനമെങ്കിലും കാണാപ്പാഠം പഠിക്കാനും അവരെ ഒന്ന് പഠിപ്പിക്കണം. അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അവർക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം, നിങ്ങളൊരു ചെറിയ ഭാഗം അവരോട് വായിക്കാനായിട്ട് വിടുക, പറഞ്ഞു വിടുന്ന ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഒരു വാചകമെങ്കിലും കാണാപ്പാഠം പഠിക്കാനായിട്ട് അവരെ ഒന്ന് പ്രേരിപ്പിക്കാം. അത് അവരെ പിറ്റേ ക്ലാസ്സിലൊന്ന് പറയിപ്പിക്കാം. ഇങ്ങനെ വചനത്തോട് ഒരാഭിമുഖ്യമുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ കുഞ്ഞുമക്കളെ വളർത്താനായിട്ട് സാധിക്കണം. മൂന്നാമത്തൊരു കാര്യം, ഇതിൽ നിങ്ങൾ പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരുണ്ട്. 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവരൊന്ന് കൈപ്പൊക്കി. ഓക്കെ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സബ്സ്റ്റിറ്റ്യൂട്ട് അധ്യാപകർ. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. 1 മുതൽ 12 വരെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
1, 2, 3, 4 ബാലപാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. 1-ാം ക്ലാസ് പിതാവാദേയും, 2-ാം ക്ലാസ് പുത്രൻ്റെയും, 3-ാം ക്ലാസ് പരിശുദ്ധാത്മാവാദേയും, 4-ാം ക്ലാസ്സിൽ കുദാശകൾ. 5, 6, 7 ബൈബിളാണ് പഠിപ്പിക്കുന്നത്. 8, 9, 10 സഭയാണ് പഠിപ്പിക്കുന്നത്. 11, 12 സഭ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ പാഠപുസ്തകങ്ങൾ എല്ലാവരും, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ബേസിക് ആയിട്ടുള്ള കാത്തലിക് ടീച്ചിങ്സ് എല്ലാം വളരെ സംക്ഷിപ്തമായിട്ട് ഈ 12 പാഠങ്ങളിലൂടെ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾ പഠിക്കുന്ന 1-ാം ക്ലാസ് പഠിക്കുന്നവരാവാം, 10-ാം ക്ലാസ് പഠിക്കുന്നവരാവാം, 12-ാം ക്ലാസ് പഠിപ്പിക്കുന്നവരാവാം, ഏത് ക്ലാസ് പഠിപ്പിക്കുന്നവരായാലും ഈ പാഠപുസ്തകങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിച്ചിരിക്കണം. ആരെങ്കിലും അങ്ങനെ വായിച്ചവരുണ്ടോ? ഒന്ന് കൈപ്പൊക്കാവോ? കുറച്ച് പേരുണ്ട്. അവർക്ക് നല്ലൊരു കയ്യടി കൊടുത്തു. കുറച്ച് പേരുണ്ട്. 1 മുതൽ 12 വരെ പാഠപുസ്തകങ്ങൾ. അത് നിങ്ങളെയും എൻറിച്ച് ചെയ്യും, നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെയും. അപ്പോൾ നിങ്ങൾക്കറിയാം, മുൻ ക്ലാസ്സുകളിൽ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന ക്ലാസ്സുകളിലാണെങ്കിൽ, താഴ്ന്ന ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്കത് എൻറിച്ച് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് ഈ 12 പാഠപുസ്തകങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മനസ്സിരുത്തി വായിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം. 4-മത്തെ കാര്യം, സുവിശേഷത്തിൽ ആനന്ദം കണ്ടെത്തുന്നവരാകണം. ജീവിതത്തിൽ കുറേയേറെ പ്രതികൂല സാഹചര്യങ്ങളും പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ തടസ്സങ്ങളും ഒക്കെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മനസ്സ് മടുക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. നിങ്ങൾ അങ്ങനെ മനസ്സ് മടക്കുന്ന അവസരങ്ങളിൽ നിങ്ങൾ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ചോദിക്കുന്നുണ്ട്, നിങ്ങളും പോകുന്നില്ലേ? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെ പോകും? നിൻ്റെ അരികിലല്ലേ ജീവൻ്റെ വചനമുള്ളത്. ആ ബോധ്യത്തിൽ നിങ്ങൾ ആദ്യം ബോധ്യം ഉണ്ടാകണം. അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും നമ്മുടെ കുഞ്ഞുമക്കൾ ചിലരൊക്കെ നിരാശപ്പെട്ട്, യുവാക്കൾ ചിലപ്പോഴൊക്കെ ആത്മഹത്യയിലേക്ക് വരുന്നുണ്ട്, ഡ്രഗ്സിലേക്ക് വരുന്നുണ്ട്, മറ്റിതര വിധത്തിലുള്ള ഡിജിറ്റൽ അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ ഇവരുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ വീഴുന്ന ചില തലങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ ജീവിതത്തിൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങൾ, പ്രതിസന്ധികൾ, ചിലപ്പോൾ ഒക്കെ ഒരു വിധത്തിലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ തമ്പുരാൻ്റെ മുന്നിൽ അറിയിക്കും. തമ്പുരാനോട് ഞാൻ പറയും, എന്നെ തിരഞ്ഞെടുത്ത നീയാണ് എന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് തരുന്നത്. നീ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കി തരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു, നമുക്ക് ഏത് പ്രതിസന്ധിയിലൂടെ ഒന്നുകിൽ അതിനെ ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ അതിനെ പരിഹരിക്കാൻ നമുക്ക് നല്ല ധൈര്യം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് നിങ്ങൾ ആദ്യം ആ ബോധ്യത്തിലേക്ക് വരണം. മറ്റുള്ളവർ, നമ്മുടെ കുഞ്ഞുമക്കളെ ആ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. അടുത്ത കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കുട്ടികൾ, അവർക്ക് സ്വപ്നം കാണാൻ അവരെ പഠിപ്പിക്കണം. സ്വപ്നം കാണാൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ മുഖ്യധാരയിലേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണമൊക്കെ കുറഞ്ഞു. അച്ഛന്മാരാകാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു, സിസ്റ്റേഴ്സ് ആകാൻ വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഞാൻ ഈ 2600ഓളം അധ്യാപകരെ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സായിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത്. ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നവരായിട്ടാണ് വിടുന്നത്. അത് അച്ഛന്മാരാവാൻ മാത്രമല്ല, അച്ഛന്മാരാകാൻ താല്പര്യമുള്ളവർ അതിലേക്ക് വിടണം, സിസ്റ്റേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ അതിലേക്ക് വിടണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. നല്ല രാഷ്ട്രീയക്കാരാവാൻ താല്പര്യമുള്ളവർ അതിലേക്ക് വിടണം, നല്ല സിവിൽ സർവീസിന് തയ്യാറുള്ളവർ അതിലേക്ക് നയിക്കണം, നല്ല നേതൃത്വ ഗുണമുള്ളവരെ അതിലേക്ക് നയിക്കണം, സർക്കാർ ഉദ്യോഗസ്ഥരാകാൻ താല്പര്യമുള്ളവർ അതിലേക്ക് നയിക്കണം. അങ്ങനെ സ്വപ്നം കണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഏത് തലമാണ് അവരെ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ നിങ്ങളുടെ പ്രോത്സാഹനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളെ ഞാൻ വൊക്കേഷൻ പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ് ഇവിടുന്ന് അയക്കുന്നത്. നിങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്ന കുട്ടികളുടെ ജീവിത വഴി എന്താണെന്ന് കൊച്ചു ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ് ആ കുട്ടികൾക്ക് കൊടുക്കണം. അത് പ്രചോദിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞ് അവർ വളർന്നു വരുമ്പോഴും ആ പ്രചോദനം അവർക്ക് തുടർന്നും കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല സഹകരണം ഉണ്ടാകണം. ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ പ്രോ ലൈഫിൻ്റെ
പ്രൊമോട്ടേഴ്സായിട്ട് മാറണം. ഇവിടെ വന്ന 4 പേര്, ഷെജിനാകട്ടെ, റീനു ആകട്ടെ, ഫിൻഡു ആകട്ടെ, പിന്നെ നമ്മുടെ മരിയ അൽഫോൻസ് ആകട്ടെ, അവരുടെ കുടുംബങ്ങളിലൊക്കെ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളാണ്. ഇപ്പോൾ യുവദമ്പതികളായിട്ടുള്ളവരോട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. മറ്റുള്ളവർ ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള വൈദികർ, സിസ്റ്റേഴ്സ് പ്രോ ലൈഫിന് വേണ്ടി മറ്റുള്ളവരെ പ്രചോദിപ്പിക്കണം, അവരെ അതിന് പ്രചോദിപ്പിക്കണം. മുതിർന്നവർ, മധ്യവയസ്കരായിട്ടുള്ള അധ്യാപകർ അവരുടെ മക്കളെ, അതുപോലെ തന്നെ അവരുടെ മരുമക്കളെ പ്രോ ലൈഫിനായിട്ട് കൂടുതൽ മക്കളുണ്ടാകുന്നതിൽ താല്പര്യം കാണിക്കുന്ന കുടുംബങ്ങളാകണം. എന്തുകൊണ്ടാണ് നമ്മുടെ തറവാടുകളിൽ 99.5% കുടുംബാസൂത്രണം നടത്തിയിട്ട് മക്കളുടെ എണ്ണം കുറയ്ക്കണേ? പണ്ടത്തെ പോലെ സൗകര്യങ്ങൾ കൂടുതലാണ് എന്നുള്ളത്. ഇതിൽ മധ്യവയസ്കരായിട്ടുള്ളവർ വളരെ കുറച്ച് പേര് വീട്ടിൽ ആശുപത്രിയിൽ ജനിച്ചിട്ടുള്ളൂ. നമ്മുടെ ഗ്രാൻഡ് പാരൻസൊക്കെ ജനിക്കുന്നത് പലരും വീട്ടിലായിരുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാ സൗകര്യങ്ങളുമായി. അപ്പോൾ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആവശ്യമുള്ള സൗകര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതിന് കാരണമുണ്ട്. അന്ന് നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നു, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചവരാണ്, ക്രിസ്തുവിൻ്റെ രക്ഷയിൽ പങ്കുപറ്റിയവരാ. ഈ സ്നേഹം ഞങ്ങളുടെ കുടുംബം വഴിയായിട്ട്, ഞങ്ങളുടെ മക്കൾ വഴിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നുള്ള ഉള്ളിൽ ഒരു അടിയുറച്ച ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് അവരെ കൂടുതൽ മക്കളുണ്ടാകുന്ന ത്യാഗത്തോടുകൂടെ മക്കളെ സ്വീകരിക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. സാമ്പത്തിക ബാധ്യതയൊന്നുമല്ല. ഇന്നത്തേക്കാളും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അന്നുണ്ടായിരുന്നു, സൗകര്യങ്ങൾ കുറവായിരുന്നു. പക്ഷേ ഈ ബോധ്യം ഉള്ളതുകൊണ്ട് ഈ ബോധ്യത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു ജീവിത ശൈലിക്ക് അവരെല്ലാവരും തയ്യാറായി. എന്നാൽ അത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു. അപ്പം എന്താ സംഭവിച്ച്? അവിടെ ഭൗതികത കടന്നു വന്നു. ഒഴിഞ്ഞു കിടക്കുന്ന പാത്രത്തിൽ എന്ത് ഒഴിച്ചാലും അവിടെ നിന്നറിയും. അപ്പോൾ ആത്മീയത ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഭൗതികത വന്നു. അപ്പോൾ അലട്ടില്ലാതെ കുടുംബങ്ങൾ കഴിയണമെന്നുണ്ടെങ്കിൽ മക്കളുടെ എണ്ണം കുറയ്ക്കണം. അതിൻ്റെ ആപത്താണ് ഇന്ന് നമ്മുടെ സഭ അനുഭവിക്കുന്നത്. ആ അവസ്ഥ എന്നു 99.5% കുടുംബങ്ങളും ഇന്ന് കൂടുതൽ മക്കളില്ലാത്ത കുടുംബങ്ങളാണ്. ഒരു 0.5%ഒക്കെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ 4 കൂടുതൽ മക്കളുള്ളൂ. ഒരു തിരിച്ചു നടത്തം വേണം. തിരിച്ചു നടത്തം കൂടുതൽ മക്കളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള തിരിച്ചു നടത്തമല്ല, ഒരു ആത്മീയതയിലേക്കുള്ള, നമ്മുടെ കുടുംബങ്ങളെ കുറേയും കൂടെ ആത്മീയതയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരിച്ചു കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ, മനോഭാവം മാറിയാൽ മാത്രമേ നമ്മുടെ കുടുംബങ്ങളിൽ കൂടുതൽ മക്കളുണ്ടാവാനും ആ മക്കളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനും സാധിക്കുകയുള്ളൂ. ആ തലത്തിലേക്ക് നമ്മുടെ എല്ലാ യുവതിയുവാക്കളും, യുവദമ്പതികൾ അതിലേക്ക് കടന്നു വരണം എന്നുള്ള കാര്യം മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ വിവാഹം ചെയ്യാനായിട്ട് വരുന്ന മക്കളെ അച്ഛന്മാരാകാൻ വരുന്നവരെ അങ്ങോട്ട് വിട്ടോളൂ, സിസ്റ്റേഴ്സാകാൻ വരുന്ന വിട്ടോളൂ. മറ്റുള്ളവരെ നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചയക്കാനായിട്ട് നോക്കണം. യുവാക്കൾ അതുപോലെ തന്നെ യുവതികൾ പണ്ടൊക്കെ 18 വയസ്സിൽ വിവാഹം ചെയ്തവർ ഒരുപാട് പേരുണ്ട്. ഇന്ന് അതൊന്നും ഇല്ലെങ്കിലും ഒരു 23-24 വയസ്സിലെങ്കിലും പെൺകുട്ടികൾ കല്യാണം കഴിക്കട്ടെ. ഒരു 25-26 വയസ്സിലെങ്കിലും യുവാക്കൾ കല്യാണം കഴിക്കട്ടെ. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചാലേ അവരുടെ മക്കൾ നല്ല നന്മയോടുകൂടെ വളർന്നു വരുള്ളൂ. അതിന് നമ്മളെ പ്രചോദിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മുടെ സമുദായത്തിൽ നിന്നുള്ളവരെ കല്യാണം കഴിക്കാനായിട്ട് നോക്കണം. അതിന് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾ കോളേജിൽ വെച്ച് പരിചയപ്പെട്ടു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടു, എന്നാൽ അവരാകട്ടെ എന്ന് കരുതി ഡിസ്പാരിറ്റി ഓഫ് കൾട്ട് വേണം, അല്ലെങ്കിൽ മറ്റു മതസ്ഥരുമായിട്ടുള്ള മതാന്തര വിവാഹം വേണമെന്ന് പറഞ്ഞ് വരുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കാം. അങ്ങനെ വരുന്നവരുടെ എണ്ണം കൂടുന്നു എന്ന് പറയുമ്പോൾ വേദനയോടുകൂടെ ഞാൻ കാണുന്നൊരു കാര്യം, ആ മക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മതപരമായിട്ടുള്ള ജീവിതമൊക്കെ വേണ്ടെന്ന് വെച്ച് പോകുന്ന അവസ്ഥയാണ്. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ ഇരുന്നിട്ട് 8 ഡൈവോഴ്സിനുള്ള അഭ്യർത്ഥനയാണ് വന്നത് നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന്.
ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം രജിസ്റ്റർ ഓഫീസിൽ ചെന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ബഹുഭൂരിപക്ഷം ഇതുകളും ബാൻസും ഒരു പാർട്ടി ക്രൈസ്തവ. ഒരു തിരിച്ചു നടത്തവും തിരിച്ചു വരവും, ഒരു ആത്മീയതയിലേക്കുള്ള ഒരു തിരിച്ചു വരവും തിരിച്ചു നടത്തവും ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഒരു വൊക്കേഷൻ പ്രൊമോട്ടേഴ്സായിട്ടാണ് ഇവിടെ നിന്ന് അയക്കുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ഒത്തുകൂടൽ വളരെ ഭംഗിയായിട്ട് സംഘടിപ്പിക്കാനായിട്ട് നേതൃത്വം കൊടുത്ത നമ്മുടെ റിജോയച്ചന്, നമ്മുടെ സിബുവച്ചന്, നമ്മുടെ ഫോറൈൻ ഡയറക്ടേഴ്സിന്, നമ്മുടെ ഫോറൈൻ വികാരിമാർക്ക്, നമ്മുടെ ആനിമേറ്റേഴ്സിന്, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.